ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ പ്രേമം സിനിമയിലെ പാലവും അവിടുത്തെ കുറച്ച് സീൻസൊക്കെ ഫുൾ ആലുവപ്പുഴയുടെ തീരത്ത് എന്ന് പറഞ്ഞാൽ മെയിൻ സീൻസ് ഷൂട്ട് ചെയ്ത ഒരു ഭാഗങ്ങളാട്ടോ മൊത്തത്തിൽ കാണിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സീനറീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാ നിവിൻ പോളിയുടെ ഈ സീൻസൊക്കെ ഷൂട്ട് ചെയ്ത ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേക ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ UC കോളേജ് സ്റ്റോപ്പിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ UC കോളേജിൻ്റെ അടുത്താണ് നമ്മൾ ഈ നിവിൻ പോളിയുടെയൊക്കെ ഒരു വീട്, അതായത് മെയിനായിട്ട് സീൻ ഷൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവരെ ഹോസ്റ്റലായിട്ട് കാണിക്കുന്ന വീട്, ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആ ഒരു വീട്, അത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉളിയന്നൂർ ഭാഗത്തു നിന്നാണ്, മാർക്കറ്റിൻ്റെ അവിടെ നിന്ന്. എൻ്റെ ആണ് UC. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ വീട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ നിവിൻ പോളിയുടെ ആ ഒരു വീട് കേട്ടോ. ആ സീൻ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നേരെ ആലുവ മാർക്കറ്റിൻ്റെ സൈഡിലോട്ട് അങ്ങ് പോവാം. അതായത് പാലം ഫുള്ള് എൻഡ് വരെ ഞാൻ കാണിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാനായിട്ട്. അത്യാവശ്യം എന്താ പറയുക, രണ്ട് സൈഡിലും വീടുകളാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ മരങ്ങളും അതുപോലെ ഇങ്ങനെ വനങ്ങളൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. കാരണം പുഴയുണ്ട്, ആലുവ പുഴ ഇതിൻ്റെ സെൻട്രലായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല സീനറീസൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഭാഗങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു പാലമായതുകൊണ്ട് തന്നെ ഈ സൈഡ് ഭാഗമൊക്കെ കുറച്ച് പൊളിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. റിനോവേറ്റിന് ടൈം ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇത് മെയിനായിട്ട് ഈ ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും. ഇതിനകത്ത് ജോർജും മേരിയൊക്കെ ഇതിൽ നടക്കുന്നതാണ്, ക്ലാസ് കഴിഞ്ഞിട്ട് നടക്കുന്ന ആ ഒരു റൂട്ടാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഈ ഒരു ഭാഗവും മെയിൻ ഒത്തിരി ഷൂട്ടിങ്, അതായത് കുറേ സീൻസൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇതെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ സിനിമ വന്നതോടുകൂടി ഒത്തിരി ആൾക്കാർ കാണാനും ഇതിനെ പ്രേമം പാലം തന്നെയാണ് ഈ ഒരു പാലത്തിന് പറയുന്നത്. അത്യാവശ്യം ഒത്തിരി ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വന്ന് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ രാവിലെയും വൈകിട്ടൊക്കെ ഒത്തിരി പേര്, വീടിൻ്റെ അടുത്തുള്ളവരും പുറത്തുനിന്നൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി എന്താ പറയുക, നല്ല രസമുള്ളൊരു സ്ഥലവും. നമുക്കിപ്പോൾ ആലുവ നഗരത്തിൽ നിന്ന് വിട്ട്, നഗരമാണെന്ന് പറഞ്ഞാലും കുറച്ച് ഈ പാലത്തിൻ്റെ ഉള്ളിലോട്ട് അത്യാവശ്യം ഗ്രാമഭംഗിയൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇനി നമുക്ക് ആലുവപ്പുഴ കാണാം. അപ്പോൾ ഇത് പാലത്തിൻ്റെ സെൻറ്ററിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ സീൻസൊക്കെ കണ്ടോ, നിവിൻ പോളിയൊക്കെ പോകുന്ന ഈ റൂട്ട്, ഇത് നമ്മുടെ മെയിൻ ആലുവപ്പുഴയുടെ ഈ തീരം ഭാഗങ്ങളാണ്. രണ്ട് സൈഡും പുഴയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ മൊത്തം കാണാനായിട്ട്. അതുപോലെ ഇത് നമ്മുടെ ആലുവ ടൗണാണ്. ആലുവ നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലം എന്ന് പറയും, ആ ഒരു ഭാഗമാണ്. അതിനപ്പുറം നമുക്ക് മഹാശിവരാത്രി മണപ്പുറമൊക്കെ കാണാൻ പറ്റും. ഇതാണ്. ഇത് നമ്മൾ തിരിച്ച് ആ വഴിയിലോട്ട് തന്നെ നടക്കുവാണ്. നല്ല ഒരു ഭംഗിയാട്ടോ ഇവിടെയൊക്കെ കാണാൻ. പിന്നെ ഈ ഫിലിമിൽ മെയിനായിട്ട് ഈ ഷോപ്പ് കാണിക്കുന്നുണ്ട്. ചായ കുടിക്കുന്ന ഒരു ചായക്കടയായിട്ട് കാണിക്കുന്ന ഭാഗങ്ങളാണ്. ആ ഒരു സീനൊക്കെ എടുത്തേക്കണം ആ ഒരു ഭാഗത്താണ്. പിന്നെ ഈ ഒരു സീൻ ഷൂട്ട് ചെയ്തേക്കുന്നതും ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇപ്പോൾ അതെല്ലാം ഒത്തിരി മാറ്റമുണ്ട്. പിന്നെ ഈ റൂട്ട്, ഇതാണ് ഇവർ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് സ്പീഡിൽ പോണതും എന്താ വരിക, അതിനകത്ത് അനുപമയുടെ പുറകെ കൂടെ നടക്കുന്ന അങ്ങനെ കുറേ ടീംസ്, അങ്ങനെ കുറേ സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തേക്കണ ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഫിലിം കണ്ടവർക്ക് അത്യാവശ്യം മനസ്സിലാവും ഈ ഒരു ഭാഗമൊക്കെയാണത്. അപ്പോൾ ഈ പാലത്തിന് ഒത്തിരി വർഷം പഴക്കമുണ്ട് കേട്ടോ. കാരണം ഏകദേശം ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ വലിയ പാലങ്ങൾ വന്നതിന് മുന്നേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആശ്രയിച്ചിരുന്ന ഈ ഒരു പാലത്തിനെയാണ്.
അപ്പോൾ ഈ പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കനാലാണ്, വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പണ്ട് കൃഷിയിടങ്ങളിലേക്ക്, പറവൂർ ഭാഗത്തുള്ള കൃഷിയിടങ്ങളിലോട്ടൊക്കെ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു കനാലിൽ കൂടെയാണ്. അങ്ങനെയാണ് പറഞ്ഞ് കേട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു അറിവാണ്, അത്യാവശ്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ കുറച്ച് ഭാഗങ്ങൾ. പിന്നെ ഇതുപോലെ 2 സൈഡിലും വീടുകളും ചെറിയ ചെറിയ ഫാക്ടറീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിനിക്കര അവിടെ നിന്ന് വരുന്ന ആ റൂട്ടാണ് കേട്ടോ. ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം. നമ്മൾ ഈ പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം പുറമേയുള്ള കാഴ്ചകളൊക്കെ അത്യാവശ്യം കാണാൻ പറ്റും കേട്ടോ. ആലുവ ടൗണിലുള്ള അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മെയിനായിട്ട് നമുക്ക് ആലുവ ശിവരാത്രി മണപ്പുറമൊക്കെ ഈ പാലത്തിൻ്റെ അപ്പുറമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് കണ്ടോ, ഇതാണ് നമ്മൾ മാർത്താണ്ഡവർമ്മ പാലം. ഈ പാലത്തിന് അപ്പുറമാണ് നമ്മൾക്ക് ശിവരാത്രി മണപ്പുറം വരുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ ട്രെയിൻ പോകണുണ്ടോ, ഇതൊക്കെ നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ആലുവ മെട്രോ റെയിലിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഈ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, മാർക്കറ്റിൻ്റെ അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് UCയിലോട്ട് പോവാം. അത്യാവശ്യം ഒരു എന്താ പറയുക, 2 വീലറൊക്കെ പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ UCയിലേക്ക് എത്താനായിട്ട് ഒരു എളുപ്പ വഴിയും കൂടിയാണ് ഈ ഒരു പാലം. അപ്പോൾ 2 കിലോമീറ്റർ 2.5 കിലോമീറ്ററൊക്കെ അത്യാവശ്യം ദൂരം കാണും കേട്ടോ. പിന്നെ അത്യാവശ്യം വഴിയാത്രക്കാരൊക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു വഴിയായതുകൊണ്ട് നടക്കാനും എല്ലാവർക്കും ഒരു എളുപ്പമാണ് ഈ ഒരു വഴി. പിന്നെ അതുപോലെ ഷൂട്ടിംഗ്, ഈ പ്രേമം സിനിമ കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ പുറത്തുനിന്ന് ഒത്തിരി പേര് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ വന്ന് ഒത്തിരി പേര് ഇവിടെ ഇരിക്കാറുണ്ട്. അങ്ങനെ കുറേ അത്യാവശ്യം നല്ല കാഴ്ചകളും അതുപോലെ തിരക്കില്ലാത്ത റോട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു സ്ഥലങ്ങൾ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ മിക്ക കഥാപാത്രങ്ങളും ഇതിനകത്തുള്ളവർ ഒരു നിവിൻ പോളി ആയിക്കോട്ടെ, ഷറഫുദ്ദീനും അൽഫോൺസ് പുത്രനൊക്കെ ഓൾറെഡി നമ്മുടെ ഈ നാട്ടുകാരും കൂടിയാണ്. പ്രത്യേകിച്ച് നിവിൻ പോളി എല്ലാം ഈ പാലത്തിൽ കൂടെയൊക്കെ നടക്കാറുള്ളതായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.